ഹലോ എവ്രി വൺ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 8ാം ക്ലാസ് ഫിസിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അളവുകളും യൂണിറ്റുകളും എന്ന പാഠഭാഗത്തിന്റെ വിലയിരുത്താമായിട്ടാണ്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക, മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. അല്ലെ, അപ്പൊ 1, 2, 3 അല്ലെ, 3 ഗ്രൂപ്പുകൾ ഉണ്ട്. ആ 3 ഗ്രൂപ്പിലും 4 വീതം അല്ലെ, 4 ഓപ്ഷൻസ് വീതം തന്നിട്ടുണ്ട്. അതിൽ ഏതോ ഒന്ന് കൂട്ടത്തിൽ പെടാത്തതായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊന്നൊന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ വരുന്നത് ആരാ? കിലോഗ്രാം ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, മോൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ആദ്യത്തെ ആളാരാണ്? കിലോഗ്രാം ആണ്. രണ്ടാമത്തെ ആളാരാണ്? കിലോമീറ്റർ ആണ്. മൂന്നാമത്തെ ആളാരാണ്? സെക്കൻഡ് ആണ്. നാലാമത്തെ ആളാരാണ്? മോൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളെ മാസിന്റെ എന്താണ്? SI യൂണിറ്റ് ആണ് അല്ലെ. SI യൂണിറ്റ് ആണ്. ആരത്? മാസിന്റെ അല്ലെ, മാസിന്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. അങ്ങനെയെങ്കിൽ കിലോമീറ്റർ കിലോമീറ്റർ യൂണിറ്റ് ആണ് അല്ലെ, യൂണിറ്റ് ആണ്. എന്തിന്റെ യൂണിറ്റ് ആണ്? നീളത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ, നീളത്തിന്റെ യൂണിറ്റ് ആണ്. അടുത്തത് സെക്കൻഡ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് SI യൂണിറ്റ് ആണ്. ആര് SI യൂണിറ്റാ? സമയത്തിന്റെ അല്ലെ, സമയത്തിന്റെ SI യൂണിറ്റാ. അടുത്തത് മോള്. മോളും എന്താണ്? SI യൂണിറ്റ് ആണ് അല്ലെ, SI യൂണിറ്റ് ആണ്. എത്രമാത്രം അളവുണ്ട് എന്നുള്ളത് അല്ലെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണ് മോള് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കും? നമ്മളുടെ കിലോമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാ? കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് മാത്രമാണ് അല്ലെ, നീളത്തിന്റെ ഒരു യൂണിറ്റ് ആണ് കിലോമീറ്റർ അല്ലെ. പക്ഷെങ്കിൽ എന്താണ് ഇവിടെ കിലോമീറ്ററിന് പകരം മീറ്റർ എന്നാ പറഞ്ഞതെങ്കിൽ എന്താ? അത് SI യൂണിറ്റ് ആവുമായിരുന്നു അല്ലെ. കിലോഗ്രാം SI യൂണിറ്റ് ആണ്, സെക്കൻഡ് SI യൂണിറ്റ് ആണ്, മോളും SI യൂണിറ്റ് ആണ്. പക്ഷെ കിലോമീറ്റർ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ നീളത്തിന്റെ ഒരു യൂണിറ്റ് ആണ്, SI യൂണിറ്റ് എന്ന് പറയാനായിട്ട് പറ്റൂല. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്? കിലോമീറ്റർ ആണ് അല്ലെ. ഇവിടുത്തെ കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്? കിലോമീറ്റർ. അപ്പൊ ഓപ്ഷൻ ബി അല്ലെ, ഇതാണ് നമ്മളുടെ കൂട്ടത്തിൽ പെടാത്ത ആള്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്ക്. സമയം, പരപ്പളവ്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത് അല്ലെ, കൂട്ടത്തിൽ പെടാത്തത് ഏതാന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്, സ്ലൈഡ് ചെറുതാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാറ്റി എഴുതാം. ആദ്യത്തേത് ആരാണ്? സമയമുണ്ട്. ആദ്യത്തേത് സമയമുണ്ട്. രണ്ടാമത്തത് അല്ലെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ട്? പരപ്പളവുണ്ട് അല്ലെ, പരപ്പ. അത്ര പോരെ അല്ലെ, പരപ്പളവ് എന്ന് ഫുൾ എഴുതുന്നില്ല, അത്ര എഴുതുന്നുള്ളൂ കേട്ടോ. പിന്നെ ഏതാണ്? മാസ് ഉണ്ട്. നാലാമത്തതാണ് ആര്? നമ്മളുടെ വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെ, വൈദ്യുത. അത്ര മാത്രം മതി അല്ലെ. അങ്ങനെയാണെങ്കിൽ സമയം അല്ലെ, സമയം, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഈ മൂന്നാൾക്കാരും ഒരേപോലത്തെ ആൾക്കാരാ അല്ലെ. കാരണം എന്താ? ഈ സമയം, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അടിസ്ഥാന അളവുകളാണ് ഇവരൊക്കെ അല്ലെ. അടിസ്ഥാന അളവുകൾ, അടിസ്ഥാന അളവുകളാണ് ആരൊക്കെ? സമയവും മാസും വൈദ്യുത പ്രവാഹ തീവ്രതയും എന്താണ്? അടിസ്ഥാന അളവുകളാണ്. പക്ഷേ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു? അതൊരു വ്യുൽപ്പന്ന അളവാണ് അല്ലെ. വ്യുൽപ്പന്ന അളവാണ് ആര്? നമ്മളുടെ പരപ്പളവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടിസ്ഥാന അളവുകളായിട്ട് വരുന്നത് ആരൊക്കെയാണ്? സമയം, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത, അതൊക്കെ എന്താണ്? അടിസ്ഥാന അളവാണ്. ഈ പരപ്പളവ് എന്താണ്? വ്യുൽപ്പന്ന അളവാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കൂട്ടത്തിൽ പെടാത്ത ആൾ ആരായിരിക്കും? നമ്മളുടെ പരപ്പളവായിരിക്കും അല്ലെ. ഞാൻ കാണിച്ചു തരാം ആരാണ്. പരപ്പളവ് ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ബി അല്ലെ. നേരത്തെയും ബി തന്നെയാണ് വന്നത്, ഇപ്പോഴും എന്ത് തന്നെയാണ് വന്നിട്ടുള്ളത്? ബി തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ് അല്ലെ. ഇതിനെ ഞാനൊന്ന് സൈഡിലേക്ക് ചെറുതാക്കി എഴുതുന്നുണ്ട്. ആരൊക്കെയാണുള്ളത്? മീറ്റർ അല്ലെ. ആദ്യത്തെ ആളാണ് മീറ്റർ, മീറ്റർ ഉണ്ട്. രണ്ടാമത്തെ ആളാണ് കിലോഗ്രാം ഉണ്ട് അല്ലെ, കിലോഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്. മൂന്നാമത്തെ ആളാണ് സെക്കൻഡ് അല്ലെ, സെക്കൻഡ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്. നാലാമത്തത് ആളാണ് ആര്? നമ്മളുടെ ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഇത്ര പോരെ, ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്ക്, ഇവിടെ മീറ്റർ, ഓക്കെ, മീറ്റർ ഒരു SI യൂണിറ്റ് ആണ്. കിലോഗ്രാം, യെസ്, കിലോഗ്രാം എന്താ? ഒരു SI യൂണിറ്റ് ആണ്. സെക്കൻഡ്, യെസ്, സെക്കൻഡും എന്താണ്? ഒരു SI യൂണിറ്റ് ആണ്.
പക്ഷെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണോ? അല്ല. ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താപനിലയുടെ യൂണിറ്റ് ആണ് അല്ലെ, താപനിലയുടെ യൂണിറ്റ് ആണ്, താപനിലയുടെ യൂണിറ്റ് ആണ് ആര്? ഡിഗ്രി സെൽഷ്യസ്. പക്ഷെങ്കിൽ താപനിലേന്റെ SI യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പറയണം? കെൽവിനെ പറയണം അല്ലെ, KN വേണ്ടത്. ഇവിടെ കെൽവിൻ തന്നിട്ടുള്ളെങ്കിൽ ആൻസർ ശരിയേനും. പക്ഷെങ്കിൽ എന്താണ് ഇവിടെ ഡിഗ്രി സെൽഷ്യസ് എന്നായത് കൊണ്ട് തന്നെ എന്താ, താപനിലേന്റെ SI യൂണിറ്റ് അല്ല ഡിഗ്രി സെൽഷ്യസ്, താപനിലേന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂട്ടത്തിൽ പെടാത്ത ആളാരായിരിക്കും? ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കാരണം മീറ്റർ ആയിക്കോട്ടെ, കിലോഗ്രാം ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ SI യൂണിറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസ് മാത്രം എന്താണ്? SI യൂണിറ്റ് അല്ല, സാധാ ഒരു താപനിലയുടെ യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏത് വരും? ഇവിടുത്തെ ആൻസർ ആണ് ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഓപ്ഷൻ D ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ താഴെ തന്നിരിക്കുന്നു, പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒരു കിലോമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ യൂണിറ്റുകളാണ്. അപ്പൊ പട്ടിക നമുക്കൊന്ന് പൂർത്തിയാക്കാം അല്ലെ. അപ്പൊ ഒരു കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കിലോമീറ്റർ എത്ര മീറ്റർ? യെസ്, 1000 മീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എത്ര മില്ലിമീറ്റർ? അതും എന്തെന്നെയാണ്? അതും 1000 തന്നെയല്ലേ അല്ലെ. പിന്നെ ഇവിടെ ഡാഷ് സെന്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ അല്ലെ. എത്ര സെന്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആവാ? 100 സെന്റിമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവാ അല്ലെ. അപ്പൊ ഇത് പഠിച്ചോളെ. ഒരു കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്, ഒരു മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്, 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന അളവുകളെ വിലയിൽ വ്യത്യാസം വരാതെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക. അതായത് ഇവിടെ 2000 ഗ്രാം, 1 അവർ, 1.5 കിലോമീറ്റർ, 200 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാം, അവർ, കിലോമീറ്റർ, സെന്റിമീറ്റർ അല്ലെ, സെന്റിമീറ്റർ ഇങ്ങനെയൊക്കെയാ തന്നിട്ടുള്ളത്. ഈ ഗ്രാം എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണോ? അല്ല. അവറോ? അതും അല്ല. കിലോമീറ്ററോ? അല്ല. സെന്റിമീറ്ററോ? അല്ല. അപ്പൊ ഈ ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ മാസിന്റെ യൂണിറ്റ് ആണ്, പക്ഷെ SI യൂണിറ്റ് അല്ല. അപ്പൊ ഇവിടെ മാസിന്റെ യൂണിറ്റ് ഏതാ വരാ? കിലോഗ്രാമാ വരാ. ഇവിടെ അവറിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ് അല്ലെ, S മതി, സെക്കൻഡ് ആണ്. കിലോമീറ്റർ അല്ലെ, ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ ആണ് അല്ലെ. ഇവിടെ എന്തെന്നെ വരണം? മീറ്ററിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ഈ 2000 ഗ്രാമിന് കിലോഗ്രാമിലേക്ക് മാറ്റാം, 1 മണിക്കൂർ എന്നുള്ളതിനെ സെക്കൻഡിലേക്ക് മാറ്റാം, 1.5 കിലോമീറ്റർ എന്നുള്ളതിനെ മീറ്ററിലേക്ക് മാറ്റാം, 200 സെന്റിമീറ്റർ എന്നുള്ളതിനെ മീറ്ററിലേക്ക് മാറ്റാം. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് ചെയ്ത് പോവാം. അതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ആദ്യം തന്നെ എന്താണ്? 2000 ഗ്രാം ആണ് അല്ലെ, 2000 ഗ്രാം ആണ്. അപ്പൊ ഇതിന്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. അപ്പൊ കിലോഗ്രാമിലേക്കാണ് ഇയാളെ മാറ്റേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഗ്രാമാ അല്ലെ. കിലോഗ്രാമും ഗ്രാമും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? കിലോഗ്രാമിനെ ഗ്രാമിനെ കിലോഗ്രാമിലേക്കാ മാറ്റാൻ പോകുന്നത്. അപ്പൊ 1 കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 1000 ഗ്രാം ആണ് നമുക്കറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, 2000 ഗ്രാം അല്ലെ, 2000 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോ ആയിരിക്കുമെടാ? 2 കിലോ ആയിരിക്കൂലേ അല്ലെ, 2 കിലോ ആയിരിക്കൂലേ. അതാണ് ഇവിടുത്തെ ആൻസർ. അതായത് 2000 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോ ആണ്? 2 കിലോ ആണ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 മണിക്കൂർ അല്ലെ, 1 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ 1 അവറിനെ നമ്മൾ എന്തിലേക്കാ മാറ്റേണ്ടത്? സെക്കൻഡിലേക്കാ മാറ്റേണ്ടത് അല്ലെ. സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 1 മണിക്കൂറിൽ അല്ലെ, 1 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടടാ? 60 മിനിറ്റ് ഉണ്ട് അല്ലെ, 60 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ അല്ലെ, 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടടാ? 60 സെക്കൻഡ് ഉണ്ട് അല്ലെ. 1 മിനിറ്റിൽ 60 സെക്കൻഡ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ മാറ്റേണ്ടത്? 1 മണിക്കൂറിനെ സെക്കൻഡിലേക്ക് ആക്കേണ്ടത്. 1 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 60 മിനിറ്റാ അല്ലെ. അപ്പൊ 60 മിനിറ്റ് എത്രയായിരിക്കും? 60 മിനിറ്റ് എത്രയായിരിക്കും? 60 × 60 അല്ലെ. 60 × 60 എന്നാ വരിക. കാരണം 60ന് മിനിറ്റ് അല്ലെ, 60, 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60. അപ്പൊ 60 × 60, 60 × 60 എത്ര വന്ന്? 3600 അല്ലെ, 3600 സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി പറഞ്ഞുതരാം.
മണിക്കൂർ അവറിനെ സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടത്. ഒരു മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണുള്ളത്. മിനിറ്റ് എന്നായാലും എന്താ SI യൂണിറ്റിലേക്ക് അയക്കില്ല അല്ലെ, SI യൂണിറ്റ് സെക്കൻഡ് അല്ലെ. അപ്പൊ 60 മിനിറ്റ് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുന്നു അല്ലെ. അപ്പൊ 60 മിനിറ്റ് അല്ലെ, ഒരു മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പൊ ഈ 60 ഇൻറ്റു ഒരു മിനിറ്റ് എത്രയാ, 60 സെക്കൻഡ്. അതിന് 60 കൊണ്ട് ചെയ്തിട്ട് 3600 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 1.5 കിലോമീറ്ററിന് അല്ലെ. കിലോമീറ്റർ നീളത്തിന്റെ യൂണിറ്റ് ആണ്. അതിന് എന്തിലേക്കാ മാറ്റുന്നത് നമ്മള്? യെസ്, SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിലേക്ക് മാറ്റണം. ഇത് വളരെ സിമ്പിൾ ആണ്. 1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1.5 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1500 മീറ്റർ ആയിരിക്കൂലേ? യെസ്, അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് വൺ ആണ് 200 സെന്റിമീറ്റർ. ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ, തൊട്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ. എങ്ങനെയാ ചെയ്യാം? നമുക്കറിയാം 100 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് 1 മീറ്റർ ആണ് എന്നറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ 200 സെന്റിമീറ്റർ എത്ര മീറ്റർ ആടാ? 2 മീറ്റർ അല്ലേ? ഇതാണ് ഇതിന്റെ ആൻസർ. 100 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്ററാ. അങ്ങനെയാണെങ്കിൽ 200 സെന്റിമീറ്റർ എത്രയാ? 2 മീറ്റർ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വേഗം ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് മാസിന്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചെറുതെന്ന് വലുതിലേക്ക് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, കിലോഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, ക്വിന്റൽ ഉണ്ട്, ഗ്രാം ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറുത് ഏതാ? മില്ലിഗ്രാം ആണ്. ഏറ്റവും ചെറുത് മില്ലിഗ്രാം. പിന്നെ ആരാണ്? നമ്മളുടെ ഗ്രാം ആണ് അല്ലെ. പിന്നെ ആരാ? നമ്മളുടെ കിലോഗ്രാം. മൂന്നാമത് ആരാ വരിക? കിലോഗ്രാം. ലാസ്റ്റ് ആണ് ആര് വരിക? നമ്മളുടെ ക്വിന്റല് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും ചെറുത് മില്ലിഗ്രാം, പിന്നെ ചെറുത് ഗ്രാം, പിന്നെ ഏതാണ്? കിലോഗ്രാം, പിന്നെയാണ് ക്വിന്റല് വരിക. ഓക്കെ, മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, ക്വിന്റൽ എന്നാണ് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.